ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിന്ന് ആട് ജീവിതത്തിൻ്റെ ആദ്യത്തെ റിലീസിങ് ഡേയിൽ ആദ്യത്തെ ഷോ തന്നെ കാണാൻ പോവുകയാണ്. അന്നേരം ആദ്യമായിട്ടാണ് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ്. രാവിലെ 8:50 ഷോയാണ്. തിയേറ്റർ ഇച്ചിരി ദൂരമുണ്ട്. PVR ഫീനിക്സ് സ്മാർട്ട് സിറ്റിയിലാണ്. ഏതാണ്ട് 15 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. അന്നേരം ഞങ്ങളിപ്പം പോവുകയാണ്. അന്നേരം അവിടെ ചെന്നിട്ട് സിനിമ കണ്ടതിന് ശേഷം തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസും അവിടുത്തെ വിശേഷങ്ങളെല്ലാം എല്ലാവരുമായിട്ടും പങ്കുവെക്കുന്നതായിരിക്കും. അന്നേരം സ്റ്റേ ട്യൂൺഡ്. अंदर से कोई बात न जा सकती। അപ്പോൾ അന്നേരം സന്തോഷം. ഞങ്ങൾ സിനിമ കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ തിയേറ്റർ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് സിനിമ കഴിയുന്ന പേരെഴുതി കാണിക്കുന്ന ജസ്റ്റ് മൊമെന്റിൽ ഞാനും ജോയിലും കൂടെ ഞങ്ങൾ കയറിയ വഴി കൂടെ തന്നെ പുറത്തിറങ്ങി ക്യാമറയും മൈക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല. അന്നേരം പേരെഴുതി മീൻസ് സിനിമ തുടങ്ങിയപ്പോൾ ബ്ലസ്സി ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ടും വരാത്ത കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, എന്താ സംഭവിച്ചെന്ന്. ഞാൻ ഒന്നുകൂടെ തിരിച്ച് തിയേറ്ററിൽ കയറി നോക്കുമ്പോൾ തിയേറ്ററിൽ ഒറ്റ ആൾക്കാരില്ല. തിയേറ്ററിന് വേറെ ഒരു മെയിൻ എക്സിറ്റ് ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അതിൽ കൂടെ പോയി. അത് കാരണം ഞങ്ങൾക്ക് ഒറ്റൊരാളുടെ പോലും ലൈവ് റെസ്പോൺസ് മേടിക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമം. അത് കാരണം ഭയങ്കര ഡെസ്പായിരിക്കുക ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാൽ. പക്ഷേ അത് ഞാനിപ്പോൾ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പക്ഷേ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അമേസിങ്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമേസിങ്. അതിൽ കൂടുതൽ വേറൊരു വാക്ക് പറയാനില്ല. തിയേറ്ററിൽ ആദ്യത്തെ ഷോ ആയിരുന്നതുകൊണ്ടും ബാംഗ്ലൂർ ആയിരുന്നത് കൊണ്ടും തന്നെ നിറച്ചും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ആ പ്രതികരണം, അവസാന നിമിഷം ഉണ്ടായിരുന്ന ആ സൈലൻസ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയേറ്ററിൽ ഒരു സൂചി ഇട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈലൻസ്, അത്രത്തോളം ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ് സിനിമയിൽ. എ ബിഗ് ഹാർട്സ് ഓഫ് ടു ബ്ലസ്സി ആൻഡ് എസ്പെഷ്യലി ടു പൃഥ്വിരാജ്. അത്രത്തോളം മനോഹരമായിട്ട് പൃഥ്വിരാജിന്റെ ആ ട്രാൻസ്ഫോർമേഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അഭിനയം തീർച്ചയായിട്ടും ഒരു ദേശീയ അവാർഡിനേക്ക് ലെവലിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത്ര മനോഹരമായിട്ടാണ് പൃഥ്വിരാജ് ആ റോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കൂടെയുള്ള പയ്യന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാൽ വരെയും അവന്റെ അഭിനയം അതിമനോഹരം. പിന്നെ ഞാൻ നോവൽ വായിച്ചപ്പോഴും സിനിമയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, ഞാൻ നോവൽ വായിച്ചപ്പോൾ സമയത്ത് എനിക്ക് തോന്നിയത് ഇത് സിനിമയാക്കിയാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ അത് നോവല് ശരിക്കും പറഞ്ഞാൽ നജീബിന്റെ ഒരു ആത്മകഥം ചിന്തയിലൂടെയാണ് ശരിക്കും നോവൽ വളരുന്നത്. പക്ഷേ അന്നേരം അത് ഒരു സിനിമയാക്കുന്നതിന് വളരെയേറെ പാടുണ്ട്. ആ രീതിയിൽ പലതരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എനിക്ക് ശരിക്കും നോവൽ വായിച്ചപ്പോൾ തന്നെ ഫീൽ ചെയ്തിരുന്നു. ആ കഥയെ ബ്ലസ്സി, ആ നോവലിനെ ബ്ലസ്സി ഒരു മനോഹരമായി തിരക്കഥയാക്കി മാറ്റി ശരിക്കും ഒരു ലാഗിങ്ങും ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ നോവലും സിനിമയും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട്. നമ്മൾ ആശയം ഒന്നാണെങ്കിൽ കൂടിയും അത് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും സിനിമയുടെ ആ തിരക്കഥ അതിമനോഹരം. അതുപോലെ തന്നെ ബ്ലസ്സിയുടെ ഡയറക്ടിങ്ങും. അന്നേരം ഒരു സംശയവും പറയേണ്ട, ഇത്ര നാളത്തെ അവരുടെ 10 വർഷത്തെ അല്ലെങ്കിൽ 15 വർഷത്തിൽ കൂടി അറൗണ്ട് 15 വർഷത്തെ എഫോർട്ടാണ് എന്നാണ് പറയുന്നത്. ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു സിനിമ ഉണ്ടായിട്ടില്ല. ഇത്ര നാൾ കാലം വെയിറ്റ് ചെയ്തൊരു സിനിമ. ഇത് ആർക്കും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇത് മലയാള സിനിമയുടെ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായി മാറും. ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം, ഞങ്ങൾക്ക് ആൾക്കാരുടെ ലൈവ് റെസ്പോൺസ് എടുക്കാൻ പറ്റിയില്ല. എങ്കിൽ കൂടിയും ഞങ്ങൾ അവിടെ പരാജയം സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ AR റഹ്മാന്റെ മ്യൂസിക്, അതിനെപ്പറ്റി പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മേക്കപ്പ്, അത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മേക്കപ്പും അതുപോലെ തന്നെ ഛായാഗ്രഹണവും, ഈ 2 കാര്യങ്ങളും. വ്യക്തികളുടെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ടെൻഷനിൽ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞങ്ങൾക്ക് ആകെ ലൈവ് റെസ്പോൺസ് കിട്ടാത്തതിന്റെ ആ ടെൻഷനിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. എന്നിരുന്നാലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഫാൾട്ട് പറ്റിയെങ്കിൽ ഞങ്ങളെ പരാജയം സമ്മതിക്കുന്നില്ല. ഈ വീഡിയോ ഞങ്ങൾ മുമ്പിലേക്ക് ഇടുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ആടുജീവിതം മലയാളിയുടെ എന്നും
മലയാളികൾക്കെന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും, അതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കൊച്ചു പയ്യനാണ് നേരത്തെ ഇവിടെ വന്ന ഗോകുൽ. അവനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഞാൻ അവനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ട്രാൻസ്ഫർമേഷൻ നടത്തിയത് ഞാൻ മാത്രമല്ല, ഹക്കീമും കൂടിയാണ്, ഗോകുലും കൂടിയാണ്. അവനും എന്നെ പോലെ തന്നെ തടി കുറയ്ക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി ആ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാൻസ്ഫർമേഷൻ എന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് മാത്രമല്ല പറയേണ്ടത്, അവൻ്റെ പേരും പറയണം, ഗോകുലിൻ്റെ പേരും പറയണം.